നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരളം പട്ടിണിയിലേക്ക്. ഗ്യാസ് പ്രതിസന്ധിയിൽ ഹോട്ടലുകൾ അടച്ചുപൂട്ടുന്നു. മേസ്തിരി പണിക്കാരും സാധാരണക്കാരും കടുത്ത ദുരിതത്തിൽ. കേരളം സംസ്ഥാനത്ത് പാചകവാതക വിതരണം പൂർണ്ണമായും നിലച്ചതോടെ ജനജീവിതം സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങുന്നു. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ കാരണം സിലിണ്ടറുകൾ കിട്ടാക്കനിയായതോടെ കേരളത്തിലെ ഹോട്ടൽ മേഖല തകരുകയാണ്. ഇത് വെറുമൊരു വാർത്തയല്ല, മറിച്ച് കേരളത്തെ വലിയൊരു ദാരിദ്ര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. തൊഴിലാളികൾ പട്ടിണിയിലേക്ക്. ഈ പ്രതിസന്ധി ഏറ്റവുമധികം ബാധിച്ചിരിക്കുന്നത് വെയിലത്തും മഴയത്തും പുറംജോലികൾ ചെയ്യുന്ന സാധാരണ തൊഴിലാളികളെയാണ്. മേസ്തിരി പണിക്കാരും സഹായികളും. നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്ന മേസ്തിരി പണിക്കാരും മറ്റ് തൊഴിലാളികളും ഉച്ചഭക്ഷണത്തിനായി പൂർണ്ണമായും ആശ്രയിക്കുന്നത് ചെറിയ ഹോട്ടലുകളെയാണ്. ഹോട്ടലുകൾ അടച്ചുപൂട്ടുന്നതോടെ ഇവർക്ക് ആഹാരം ലഭിക്കാത്ത അവസ്ഥയാണ്. മറ്റ് ജോലിക്കാർ, വീടുവിട്ട് ദൂരെ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ഹോട്ടലുകൾ ഇല്ലാതാകുന്നത് വലിയ തിരിച്ചടിയാണ്. ജോലി കഴിഞ്ഞ് വിശന്നു വരുന്ന തൊഴിലാളിക്ക് ഒരു നേരത്തെ ആഹാരം നൽകാൻ പോലും ഹോട്ടലുകൾക്ക് കഴിയുന്നില്ല. ഹോട്ടലുകൾ ഇല്ലാതായാൽ സംഭവിക്കുന്നത് കേരളത്തിലെ ഭൂരിഭാഗം ഹോട്ടലുകളും ഇതിനകം തന്നെ ഗ്യാസ് ലഭിക്കാത്തതിനാൽ പ്രവർത്തനം നിർത്തിവച്ചിരിക്കുകയാണ്. ഹോട്ടൽ ജോലിക്കാർ. ഹോട്ടലുകളിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് ഇതോടെ തൊഴിൽ നഷ്ടപ്പെട്ടു. ഹോട്ടലുകൾ ഇല്ലാതാവുന്നതോടെ അനുബന്ധ മേഖലകളെല്ലാം തകരുകയും കേരളം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയും ചെയ്യും. വിറകടുപ്പുകളിലേക്ക്. ഗ്യാസ് കിട്ടാതായതോടെ പലരും പഴയതുപോലെ വിറകടുപ്പുകൾ ഉപയോഗിക്കേണ്ടി വരുമെന്ന അവസ്ഥയിലാണ്. എന്നാൽ വിറകിന്റെ ലഭ്യതക്കുറവും വിലക്കൂടുതലും ഇതിനും തടസ്സമാകുന്നു. ഇറക്കുമതിയും. കേന്ദ്ര നിലപാടും. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി തടസ്സപ്പെട്ടതാണ് ഗ്യാസ് ലഭ്യത കുറയാൻ കാരണമെന്നാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന വിശദീകരണം. റഷ്യ-യുക്രൈൻ യുദ്ധവും അന്താരാഷ്ട്ര വിപണിയിലെ അസംസ്കൃത എണ്ണയുടെ വില വ്യതിയാനവുമാണ് ഈ പ്രതിസന്ധിക്കു പിന്നിലെന്ന് അധികൃതർ പറയുന്നുണ്ടെങ്കിലും ഇതിന്റെ ഭാരം മുഴുവൻ സാധാരണക്കാരന്റെ ചുമലിലാണ് വന്നു വീഴുന്നത്. വിദേശത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഗ്യാസിന്റെ വില വർധനവ് ചൂണ്ടിക്കാട്ടി സബ്സിഡികൾ വെട്ടിക്കുറയ്ക്കുന്നത് ജനങ്ങളെ വഞ്ചിക്കുന്നതിന് തുല്യമാണെന്ന ആക്ഷേപമുണ്ട്. വിലക്കയറ്റ ഭീതിയിൽ പൊതുജനം. ഗ്യാസ് പ്രതിസന്ധിക്കു പിന്നാലെ എല്ലാ നിത്യോപയോഗ സാധനങ്ങളുടെയും വില കുതിച്ചുയരുമെന്ന ഭീതിയിലാണ് പൊതുജനങ്ങൾ. സാധനങ്ങളുടെ വിലക്കയറ്റം. ഇന്ധനവിലയും ഗ്യാസ് വിലയും വർദ്ധിച്ചതോടെ ചരക്ക് നീക്കം ചെലവേറിയതായി. പച്ചക്കറി, അരി, മറ്റ് പലവ്യഞ്ജനങ്ങൾ എന്നിവയ്ക്ക് വൻതോതിൽ വില വർദ്ധിക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പട്ടിണി മരണം സംഭവിക്കുമോ? വരുമാനം കുറയുകയും സാധനങ്ങൾക്ക് വില കൂടുകയും ചെയ്യുന്ന ഈ അവസ്ഥ തുടർന്നാൽ ജനങ്ങൾ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരുമെന്നാണ് പലരും ആശങ്കപ്പെടുന്നത്. പാവപ്പെട്ടവന്റെ കുടുംബ ബജറ്റ് പൂർണ്ണമായും തകർന്നു കഴിഞ്ഞു. ഇങ്ങനെ പോയാൽ കേരളം കടുത്ത ദാരിദ്ര്യത്തിലേക്ക് പോകുമെന്നും തൊഴിലാളികൾ പട്ടിണിയിലാകുമെന്നും ഉറപ്പാണ്. അധികൃതർ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ കേരളത്തിലെ അടുക്കളകളും ഹോട്ടലുകളും പൂർണ്ണമായും നിശ്ചലമാകും.